ഈശോയെ. ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്. രോഗസൗഖ്യം പ്രത്യേകിച്ച് എഴുതിയെടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ എന്തുവന്നാലും കുറേ വചനങ്ങൾ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു, കുറേ വചനങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ബൈബിൾ എല്ലാവരും കയ്യിലെടുത്ത് പിടിക്കാനായിട്ട് പരിശ്രമിക്കുക. ബൈബിൾ ഇല്ലാത്തവർ പുറകിൽ ബൈബിളുണ്ട്, എല്ലാവരും ബൈബിളൊന്നെടുത്ത് കയ്യിൽ പിടിക്കാൻ പരിശ്രമിക്കുക കേട്ടോ. കുറേ വചനങ്ങൾ നമുക്ക് വായിക്കാനുള്ളതാണ്. ചില ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് രോഗം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? ആർക്കെങ്കിലും പറയാമോ? എങ്ങനെയാണ് രോഗം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? ക്രിസ്റ്റി, എങ്ങനെയാണ് രോഗം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? എന്തോ? പാപത്തിലൂടെ. ആരുടെ പാപത്തിലൂടെ? ആരുടെ പാപത്തിലൂടെ? ആരുടെ പാപത്തിലൂടെയാണ് രോഗം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? രോഗവും മരണവും ഒക്കെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെയാണ് രോഗവും മരണവും അധ്വാനവും എല്ലാം ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഈ രോഗത്തിനും പാപത്തിനും എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം തരുന്നത് ആരാണ്? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. അവിടെ നിന്നാണ് മനുഷ്യന്റെ പാപങ്ങൾക്കും അതിൻ്റെ ദുരന്ത ഫലങ്ങൾക്കുമുള്ള ഏക പ്രതിവിധിയായിട്ട് മാറിയത്. അതാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കർത്താവ് നമുക്ക് വേണ്ടി പീഡകളേറ്റ് മരിച്ച് ഉദ്ധാനം ചെയ്തു. നമ്മുടെ പാപങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ ശാപങ്ങളും എല്ലാം അവിടെ ഏറ്റെടുക്കുകയായിരുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് എഴുതാനുള്ളവർക്ക് എഴുതിയെടുക്കാം. ഒറ്റ ഹെഡിങ് ഇതാണ്: എല്ലാവരുടെയും സൗഖ്യം യേശുവിൻ്റെ ഹിതം. എല്ലാവരുടെയും സൗഖ്യം യേശുവിൻ്റെ ഹിതം. യേശുവിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സൗഖ്യമുണ്ടാകണമെന്നാണ്. എല്ലാവർക്കും രോഗങ്ങളിൽ നിന്ന് സൗഖ്യമുണ്ടാകണം, എല്ലാവർക്കും ബന്ധനങ്ങളിൽ നിന്ന് സൗഖ്യമുണ്ടാകണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. യേശുവിൻ്റെ ഹിതം എല്ലാവർക്കും സൗഖ്യം. മത്തായി 8:16 എടുക്കാം. മത്തായി 8:16 എല്ലാവരും എടുക്കണം കേട്ടോ, എല്ലാവരും എടുക്കണം. മത്തായി 8:16. മത്തായി 8:16 എടുത്തോ. മത്തായി 8:16 വായിക്കാൻ നമുക്ക്. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. കണ്ടോ, എല്ലാ രോഗികളെയും സുഖപ്പെടുത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അച്ഛൻ പറഞ്ഞ ഹെഡിങ് ഇതായിരുന്നു: എല്ലാവരുടെയും സൗഖ്യം യേശുവിൻ്റെ ഹിതം. നമ്മളെല്ലാവരെയും സുഖപ്പെടുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. മത്തായി 10:1. മത്തായി 10:1 തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. അവൻ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. കണ്ടോ, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും, കണ്ടോ, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. കണ്ടോ, കർത്താവ് എല്ലാവരെയും സുഖപ്പെടുത്താൻ, എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ എടുത്ത്. അവർ രോഗിയുടെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കണ്ടോ, പത്രോസ് ഇങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ അവരെന്ത് ചെയ്യാണ്? എല്ലാ രോഗികളെയും കൊണ്ടുവന്ന് കിടത്തുകയാണ്. പത്രോസിന്റെ നിഴല് പതിക്കുമ്പോൾ
ഈ രോഗികൾക്ക് എന്ത് കിട്ടുന്നു? സൗഖ്യം കിട്ടുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയ എല്ലാ രോഗികളും സൗഖ്യമായി എന്നാ പറയുക. ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഈ രോഗം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ആദ്യ മാതാപിതാക്കള്. ഈ രോഗത്തെ നശിപ്പിച്ചത് ആരാണ്? ഈശോ. രോഗികളെ സുഖപ്പെടുത്തിയത് ആരാണ്? ഈശോ. ഈശോ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി എന്നാ പറയുക. എന്നിട്ട് ഈശോ സുഖപ്പെടുത്തിയ രോഗങ്ങളൊന്ന് സുവിശേഷത്തിൽ നിന്ന് പറയാമോ? ഈശോ കുറച്ച് സുഖപ്പെടുത്തിയ കുറച്ച് രോഗികളെ കുറിച്ച് പറയാമോ? ആരാ? തളർവാദ രോഗി. പിന്നെ ആരാ? രക്തസ്രാവക്കാരി. പിന്നെ അന്ധൻ. ആ, കുഷ്ഠരോഗി. ആ, പിന്നെ ആരെങ്കിലും ഉണ്ടോ? അശുദ്ധാത്മാക്കൾ, രോഗികൾ, ഊമൻ. പത്രോസിന്റെ അമ്മായിമ്മക്ക് പനി പിടിച്ചിട്ട് കിടക്കായിരുന്നു. ആ, അമ്മായിയമ്മ. കുഷ്ഠരോഗികള്. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതേതായാലും ഒരു ഇത് പറയാണ്. അത് നമ്മൾ ആദ്യ മാതാപിതാക്കളിൽ നിന്ന് ഈശോയിലേക്ക് വന്നു. ഈശോയുടെ ഒരു മിഷൻ ആയിരുന്നു എന്ത്? രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത്. എന്നിട്ട് ഈ മിഷൻ അപ്പോസ്തലന്മാരിലേക്ക് പകരപ്പെടുകയാണ്. നമ്മൾ വായിച്ചില്ലേ അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. വീണ്ടും നമ്മൾ കാണുകയാണ് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളില് പത്രോസിന്റെ നിഴല് പതിഞ്ഞിട്ട് ആർക്ക് സൗഖ്യം കിട്ടുകയാണ്? എല്ലാ രോഗികൾക്കും സൗഖ്യം കിട്ടുകയാണ്. ഇനി അടുത്ത ഹെഡിങ് ഇതാണ്: യേശുനാമം സൗഖ്യം നൽകുന്ന നാമം. യേശുനാമം സൗഖ്യം നൽകുന്ന നാമം. എടുക്കാം അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം 9-ാം മണിക്കൂറെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കേട്ടോ, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താണ് കയ്യിലുള്ളത്? നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. തുടർന്ന് വായിക്കുക. പത്രോസ് വലത്ത് കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിന്റെ ശിശിര കവാടത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. കേട്ടോ, സൗഖ്യം നൽകുന്ന നാമം ഏത് നാമം? യേശുവിന്റെ നാമത്തിലാണ് ഈ അപ്പോസ്തലൻ ആ മുടന്തന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നത്. സൗഖ്യം നൽകുന്ന നാമം യേശുനാമം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 4:30. എല്ലാവരും എടുത്തോ. അപ്പോസ്തല പ്രവർത്തനം 4:30. 4:30. ബൈബിൾ മറിക്കണം. കുറേ വചനങ്ങൾ ഇന്ന് വായിച്ച് തീർക്കാനുണ്ട് നമുക്ക്. ദാഹത്തോടെ ഈ വചനമൊക്കെ വായിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും അതാണ് അച്ഛന്റെ കൂടെ ഒരുമിച്ച് വായിച്ചേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അത്ര മതി. കണ്ടോ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തില് രോഗസൗഖ്യങ്ങൾ, രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. കണ്ടോ, രോഗസൗഖ്യം നൽകുന്ന നാമം ഏതാണ്? യേശുവിന്റെ നാമം. ഇതൊരു കൺവിക്ഷൻ ആകണം.
എൻ്റെ കർത്താവിന് എനിക്ക് രോഗസൗഖ്യം തരാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്നാലേ രോഗസൗഖ്യം കിട്ടുള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ 2 ടൈപ്പ് ആളുകൾ വരും. ഒന്നാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിച്ച ഈശോ പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ പ്രാർത്ഥിച്ച ഈശോ പ്രവർത്തിക്കും. 100% ഈശോ പ്രവർത്തിക്കുമെന്ന് 100% വിശ്വസിച്ച് വരുന്ന ആളുകളുണ്ട്. നമ്മൾ തുടരണമെന്ന് പോലും ഇല്ല. അവരൊക്കെ വന്ന് നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അവർക്ക് രോഗസൗഖ്യം കിട്ടും. ചില ആളുകളുണ്ട്, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പൂഴി പോലത്തെ വിശ്വാസമുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നടക്കും, നടക്കൂലായിരിക്കും, ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ നടന്നാലോ, ആരാധനയ്ക്ക് വന്നിരുന്ന ചിലപ്പോൾ നടന്നാലോ, ചിലപ്പോൾ നടക്കൂലായിരിക്കും, നോക്കാം. 50-50. അങ്ങനെയുള്ളവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് എടുത്തുചാട്ടമാണ്. കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാണ്. എൻ്റെ കർത്താവിന് എനിക്ക് സൗഖ്യം നൽകാൻ പറ്റും. യേശു നാമം ഉച്ചരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരിപൂർണമായ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരിലേക്ക് ഈശോ തീർച്ചയായിട്ടും പ്രവർത്തിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആര് പറയും? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഈശോ അല്ലെങ്കിൽ യേശു എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് സേവ്സ് എന്നാണ്. ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഈശോ എന്ന നാമത്തിന്റെ അർത്ഥം. അപ്പൊ കർത്താവ് ഈ രോഗസൗഖ്യം നൽകി മനുഷ്യരെല്ലാവരെയും രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്ക 7:20-22. അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? പോൾ സാറേ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്നാപകയോഹന്നാൻ ശിഷ്യന്മാരെ അയക്കാണ്. ഈശോ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. രക്ഷകനെ ഞങ്ങൾ വേറെ കാത്തിരിക്കണമോ എന്നുള്ളൊരു മെസ്സേജ് ആയിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. 20-22 വരെ വായിച്ചേ. അവർ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപകയോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാന്മാർ. കണ്ടോ, നിങ്ങൾ കാണുന്നത് പോയി അറിയിക്കുക. കർത്താവ് ചെയ്യുന്നത് മുഴുവനും രോഗസൗഖ്യങ്ങൾ നൽകുകയാണ്. കണ്ടോ, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. അപ്പൊ കർത്താവ് മനുഷ്യരെ രക്ഷിക്കുന്നു. ഈശോ എന്ന നാമത്തിന്റെ അർത്ഥം ഗോഡ് സേവ്സ്, ദൈവം രക്ഷിക്കുന്നു എന്നാണെങ്കിൽ കർത്താവ് ഈ രോഗസൗഖ്യങ്ങൾ നൽകുന്നതിലൂടെ മനുഷ്യരായ നമ്മളെല്ലാവരെയും രക്ഷിക്കുന്നു. യേശുനാമം സൗഖ്യം നൽകുന്ന നാമമാണ്. യേശുനാമം സൗഖ്യദായകമായ നാമമാണ്. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത ഹെഡിങ് ഇതാണ്: വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരെ സൗഖ്യപ്പെടുത്തുന്ന യേശു. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരെ സൗഖ്യപ്പെടുത്തുന്ന യേശു. മെഡിസിനോ ഡോക്ടർമാർക്കോ ഒന്നും എതിരല്ല കേട്ടോ. കംപ്ലീറ്റ്ലി ഞാൻ സറണ്ടർ ചെയ്യാണ് അവർക്ക്. എല്ലാ കാര്യങ്ങളും എന്താണ് ദൈവത്തിൻ്റെ കൈകൾ തന്നെയാണ് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ എന്ന് നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലർ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയും, ചിലരെന്ത് എന്ത് പറ്റുമെന്ന് അറിയാമോ? മരുന്നൊക്കെ കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ യേശു സുഖപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്കെതിരല്ല, പക്ഷേ ദൈവം തന്നെയാണ് ഈ ഡോക്ടർമാരെയൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്, അല്ലേ? നേഴ്സുമാരെയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. ആ കൊറോണ കാലത്ത് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ചത്തുപോയേനെ. പാവങ്ങൾ എന്തോരം ഡോക്ടർമാർ മരിച്ചു, എന്തോരം നേഴ്സുമാർ മരിച്ചു. അന്നിപ്പ വന്നിട്ട് സൗമ്യ നേഴ്സൊക്കെ മരിച്ചത് ഓർക്കുന്നില്ലേ? മാലാഖയൊക്കെ മരിച്ചത് ഓർക്കുന്നില്ലേ? അവരൊക്കെ ദൈവത്തിന്റെ കരങ്ങളാണ്, അവരൊക്കെ ദൈവത്തിന്റെ സ്വരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ചില സന്ദർഭങ്ങളുണ്ട് ഈ ഡോക്ടർമാർ തന്നെ നമ്മളോട് പറയും, ചാൻസ് ഇല്ല, നിങ്ങൾ ഇതിന് ഉപരിയായിട്ടൊരു ശക്തിയുണ്ട്, ഇത് ദൈവമെന്ന ശക്തിയുണ്ട്, ആ ദൈവത്തോട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പറയും. കഴിഞ്ഞ ദിവസം ഒരു അപ്പനോ അമ്മയും കൂടി എന്നെ കാണാൻ വന്നത് ഞാൻ ഓർക്കാണ്. ഇത് ഇവരുടെ മകൾ 8 മാസം ഗർഭിണിയാണ്.
ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞു, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞുള്ളൂ, പക്ഷെ ബ്ലഡ് നിൽക്കുന്നില്ല, ബ്ലഡ് ഇങ്ങനെ ഒത്തിരി പോവാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പ്ലേറ്റ്ലെറ്റ്സുകളുടെ കൗണ്ട് വളരെ കുറവാണ്, നിസ്സാര കൗണ്ടുള്ളൂ. ഡോക്ടർ വയനാടായിരുന്നു അവർ. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, പെണ്ണ് ഗർഭിണിയാണ്, ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അപകടകരമായൊരു സ്റ്റേജാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ വാക്കതാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുകളിൽ ഞങ്ങളെക്കാളൊക്കെ മുകളിൽ ഒരാളുണ്ട്, അദ്ദേഹം പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും. അവർ ഓടി വന്നേക്ക്, രണ്ടും കൂടി വേർത്തൊലിച്ച് ഓടി വന്നേക്കാണ്. അച്ഛാ എൻ്റെ കൊച്ചിന് പാടില്ല, അച്ഛാ കൗണ്ടൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വിഷമത്തോടെ ഞാൻ പറഞ്ഞു കർത്താവ് തൊടുവന്നേ. കർത്താവ് തൊടാതിരിക്കില്ല, 100% തൊടും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവർ പറഞ്ഞു അച്ഛാ ഒന്ന് കൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ദൈവം ഇടപെടുന്നുണ്ടെന്ന്. ഡോക്ടർമാർ പറഞ്ഞു ദൈവം ഇടപെടുന്നുണ്ടെന്ന്. അത് മനുഷ്യൻ എവിടെയാണോ പരാജയപ്പെടുന്നത് അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കും. ഇവിടെ ഷേൽ ടീച്ചർ ഇരിപ്പുണ്ടല്ലോ, ഇവിടെ മഞ്ഞ സാരി എടുത്തിട്ട് എവിടെ ഇരിക്കുന്നു. ടീച്ചറിന് നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും വീഡിയോക്കാർക്ക് വേണ്ടി അച്ഛൻ പറയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്, നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താണ് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ ടീച്ചർ? ആദ്യം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണ്ട, ഒന്നും കാണുന്നില്ല, മുകളിലുള്ള ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. ഉണ്ടോ? ടീച്ചർ അവിടെ ഇത് കൊന്തയിലാണ്, പ്രാർത്ഥിക്കുകയാണ്. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ എന്നെ കുറച്ച് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ചെയ്യണ്ട, ഏതോ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന്. കണ്ടോ? മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളൊക്കെ ദൈവത്തിന് സാധ്യമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഡൊമിനിക് വളമനാലച്ചന്റെ ടെസ്റ്റിമണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെസ്റ്റിമണി യൂട്യൂബിൽ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കുക. ഫാദർ ഡൊമിനിക് വളമനാൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉദരത്തിൽ ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരുപാട് നാള് ഈ മരുന്ന് കഴിച്ച് ഡോക്ടർ അച്ഛൻ പറയാണ് ചോറ് കഴിക്കണ്ട, അത്രയും ഗുളിക ഉണ്ടാവുമെന്ന്. നമ്മുടെ നിങ്ങളിന്ന് വന്ന് പോയിട്ടൊന്ന് കേട്ട് നോക്കുക, ചോറ് കഴിക്കണ്ട, അത്രയും ഗുളിക ഉണ്ടാവുമെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഗുളിക കഴിച്ച് ഒരു ദിവസം ദിവികാരണത്തിന് മുന്നിലേക്ക് ഈശോ പറഞ്ഞു മരുന്ന് കഴിക്കുന്നത് നിർത്തിക്കോ എന്ന് ഈശോ പറഞ്ഞു. അന്ന് മുതൽ ഒരുപാട് വർഷങ്ങളായി, അന്ന് മുതൽ പുള്ളി മരുന്ന് കഴിക്കുന്നത് നിർത്തി, ഒരു മരുന്ന് കഴിക്കുന്നില്ല ക്യാൻസറിന്. ഇത്രയും ഡോക്ടർമാരെ കുറച്ച് നാൾ പറഞ്ഞിരുന്ന അച്ഛനിപ്പോ എത്ര വർഷമായിട്ട് ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയാണ് എല്ലാറ്റിനും ഉപരി ശക്തിയുണ്ട്. എല്ലാ ഡോക്ടർമാരും പറയില്ലേ, ഒരു നേഴ്സ് ഇവിടെ പറയലുണ്ട്, നമ്മുടെ ആന്റണി പറയില്ലേ, കൈവിട്ടു പോകുമ്പോ ഡോക്ടർമാര് പറയത്തില്ല ഒരു ശക്തിയുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു പറയില്ലേ? പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഒരു ശക്തിയുണ്ട്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ശക്തികൾക്കും ഒക്കെ മുകളില് ഒരു ശക്തിയുണ്ട്, ഒരു എന്താ പറയുക, ഒരു പവറുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച ഒരു പവറ് തീർച്ചയായിട്ടും ഈ ഭൂമിയിലുണ്ട്. ഒരു ദിവസം സെയിന്റ് ജോസഫ് പള്ളിയിൽ ഇരുന്നൊരു അമ്മച്ചി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മച്ചി എന്ത് പറ്റി? ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. ആ അമ്മച്ചിയുടെ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ അപ്പച്ചൻ തലകറങ്ങി വീണതാണ്. ചെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴാണ് പറയുന്നത് ബ്രെയിനിൽ ഇത് ബ്ലഡ് ക്ലോട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ പറയുന്ന ചാൻസ് കുറവാണ്. എന്നിട്ട് ഡോക്ടർ എന്നെ പറഞ്ഞുകൊണ്ടേക്കാണ് ഒരു ശക്തിയുണ്ട്, എല്ലാത്തിനും മുകളിൽ ഒരു ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ശക്തിയുടെ മുന്നിൽ പോയി മുട്ടുകുത്താൻ. ആ രാവിലെ വന്നിരുന്നതാണ് അമ്മച്ചി 7 മണിക്ക്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്. 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അവിടെ ഇരുന്ന് ഏറ്റവും ഫ്രണ്ടിൽ, പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാനും പറഞ്ഞു നമ്മുടെ ശക്തികൾക്കൊക്കെ മുകളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ഭർത്താവിനെ അപ്പച്ചനെ തൊടട്ടെ എന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ, ഈ സുവിശേഷങ്ങളില് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് കർത്താവ് ഒരു സൗഖ്യം നൽകുന്നുണ്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് കർത്താവ് ഒരു സൗഖ്യം നൽകുന്നുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ എടുക്ക, മാർക്കോസ് 5:25-29. മാർക്കോസ്
25, 29. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. അത്ര മതി. 12 വർഷമായിട്ട് പല ഡോക്ടർമാരെയും കണ്ടു, പല മരുന്നുകൾ കഴിച്ചു. ഒത്തിരി 12 വർഷം എന്ന് പറഞ്ഞാല് എന്തോ എത്ര ലക്ഷക്കണക്കിന് രൂപ അവള് കളഞ്ഞിട്ടുണ്ടാവാം, ഇല്ലേ? എല്ലാ ഡോക്ടർമാരെയും കണ്ട് പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോ എന്ന് തൊട്ടുള്ളൂ. അത് ഈശോയുടെ ശരീരത്തിലും തൊട്ടില്ല. ഈശോയുടെ എവിടെ തൊട്ടു? വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്നും തൊട്ടുള്ളൂ. സൗഖ്യം പ്രാപിച്ചു. എല്ലാ ശക്തികളുടെ മുകളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളെല്ലാവരെയും തൊരട്ടെ, നമ്മളെല്ലാവരെയും സൗഖ്യപ്പെടുത്തട്ടെ. പലതരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വചനമനുസരിച്ച് മനുഷ്യരിലേക്ക് രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ. വചനമനുസരിച്ച് മനുഷ്യരിലേക്ക് രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുകയാണ്. വചനാധിഷ്ഠിതമായി മനുഷ്യരിലേക്ക് രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ. ഇത് നോക്കിയേ. ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ കാരണം കൊണ്ടാണ് എനിക്ക് രോഗം വന്നതെന്ന് വിചാരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ച് പൈശാചികമായ കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ പറയാൻ പോകും. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് രോഗം വന്നതെന്ന് വിചാരിക്കരുത്. രോഗങ്ങളല്ലാതെയും വരാം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊരു വാണിംഗ് ആയിട്ട് മനസ്സിൽ വെക്കുക. ഈ കാരണം കൊണ്ടായിരിക്കത്തില്ല നിങ്ങൾക്ക് രോഗം വരാം, പക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടും രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് വചനാധിഷ്ഠിതമായിട്ട് അച്ഛനത് സാധൂകരിക്കുകയാണ്. ഒന്നാമത്തേത്, രോഗങ്ങൾ വരാനുള്ള കാരണം പൈശാചിക ഉപദ്രവങ്ങൾ മൂലം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പൈശാചികമായ ഉപദ്രവങ്ങൾ മൂലം മനുഷ്യർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആസ്മാ രോഗങ്ങള്, അലർജി രോഗങ്ങള്, സന്ധിബന്ധങ്ങളിലുള്ള രോഗങ്ങള്, എത്ര ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങള്, രോഗകാരണം കണ്ടെത്താൻ പറ്റാത്ത രോഗങ്ങള്. പിന്നെ ചിലരില് ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗം എന്നറിയുമ്പോ പൈശാചിക പീഡകളൊക്കെ ഉള്ളവർക്ക് ഇംഗ്ലീഷിൽ അതിന് ഓപ്പറേഷൻ എന്നാ പറയുക. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ കൊണ്ട് പിശാചി പീഡിപ്പിക്കും. കോമൺ ആയിട്ട് ഞാൻ കാണുന്ന രോഗം തലവേദനയും വയറുവേദനയാണ്. പൈശാചിക ഇങ്ങനെ ഉപദ്രവങ്ങളുള്ള വ്യക്തികളിൽ തലവേദനയും വയറുവേദനയും എല്ലാ കേസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ ഞാൻ ഓർക്കാണ്, ചെക്കൻ വളരെ വയലന്റ് ആണ്. അവനിങ്ങനെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തല വെട്ടിപ്പൊളിയാണ്, വയറ് കീറിപ്പൊളിയാണ്. എല്ലാ കേസിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, തലവേദനയും വയറുവേദനയും ഉണ്ടാവും. ഈ പൈശാചികമായ ബന്ധനങ്ങളുള്ള വ്യക്തികൾക്ക് തലവേദനയും വയറുവേദനയും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഒരു കൂടോത്ര ഫാമിലിനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു കൂടോത്ര ഫാമിലി 3 തലമുറയായിട്ട് കൂടോത്രം ചെയ്യുന്ന ആളുകളാണ്. ഈ 3 തലമുറയിലും എല്ലാവർക്കും, കുഞ്ഞുമക്കൾക്കും ചെറുതുങ്ങൾക്കും എല്ലാവർക്കും രോഗങ്ങളാണ്. എല്ലാവർക്കും രോഗങ്ങൾ. ആർക്കും രോഗമില്ലാത്ത കുടുംബമൊന്നുമില്ല. എല്ലാം കെട്ടിവരുന്ന പെൺകുട്ടികൾക്കും അതുവരെ ഒരു രോഗം ഉണ്ടാവില്ല. ഈ ഫാമിലിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ രോഗങ്ങളാവും കേട്ടോ. പൈശാചികമായ പീഡകൾ മൂലം, ഓപ്പറേഷൻ മൂലം രോഗങ്ങള് മനുഷ്യരിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്നാമത്തെ രോഗങ്ങൾ വരാനുള്ള കാരണം, ഇനി എല്ലാ തലവേദനയും വയറുവേദനയും പൈശാചിക രോഗം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. എല്ലാ ആസ്മയും പൈശാചിക രോഗം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അതാണ് അച്ഛൻ പറയുന്നത്. ഇതുകൊണ്ടും ഈ രോഗങ്ങൾ വരാമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. വ്യക്തമായിട്ടത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തേത്, പാപജീവിതം മൂലം രോഗങ്ങൾ കടന്നു വരാം. പാപജീവിതങ്ങൾ മൂലം രോഗങ്ങൾ കടന്നു വരാം. അതിനു മുമ്പ് അച്ഛൻ ചോദിക്കട്ടെ, ഈ സുവിശേഷങ്ങളില് ഈ പൈശാചിക പീഡകൾ മൂലം രോഗങ്ങളിലൂടെ കടന്നുപോയ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? ആരെങ്കിലും പറഞ്ഞുതരാമോ? പൈശാചിക പീഡകൾ മൂലം രോഗങ്ങളിലൂടെ കടന്നുപോയ ആരെങ്കിലും ഓർമ്മയുണ്ടോ?
ബൈബിളിൽ ഒരു പുസ്തകം തന്നെ ഉണ്ട് പുള്ളിയുടെ പേരിൽ. ബൈബിളിൽ ഒരു വലിയ പുസ്തകമുണ്ട്, ജോബ്. കണ്ടോ, ദൈവം അനുവദിച്ചോ പൈശാചിക പീഡകളിലൂടെ കടന്നു പോകാൻ. ആ പിശാചാണ് അവന് കുഷ്ഠരോഗം കൊടുക്കുന്നത്. കണ്ടോ, പൈശാചിക പീഡകളിലൂടെ കടന്നു പോകുന്നു. പിന്നെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ലൂക്ക 13:11-13 എടുത്ത്. ലൂക്ക 13:11-13. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സുഖപ്പെടുത്തുകയും ചെയ്തു. അത്രയും മതി. കണ്ടോ, ഈ സ്ത്രീക്ക് രോഗം വരാനുള്ള കാരണം എന്താ? ഹലോ, ഈ സ്ത്രീക്ക് രോഗം വരാനുള്ള കാരണം എത്ര വർഷമായിട്ട്? 18 വർഷമായിട്ട് പിശാച് ഇവളെ പിടികൂടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ രോഗം വരാനുള്ള കാരണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ, പൈശാചിക ബാധയുള്ളൊരു മനുഷ്യനെ കർത്താവ് ഈ പിശാചിനെ ഓടിച്ചിട്ട് കഴിയുമ്പോൾ ഈ മനുഷ്യന് രോഗസൗഖ്യം കിട്ടുന്നത്. അപ്പോൾ വചനമനുസരിച്ചുള്ള രോഗകാരണങ്ങളിൽ ഒന്നെന്തായിരുന്നു? രോഗം വരാനുള്ള ഒന്നാമത്തെ കാരണം പൈശാചിക പീഡകൾ മൂലം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? ഒപ്രഷൻ. ഇനി രണ്ടാമത്തേത് പാപജീവിതം മൂലം നമുക്ക് രോഗം വരാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞോ? 3:5. കണ്ടോ, ഒരു തളർവാദ രോഗിയെ കിടക്കയോടെ മേൽക്കൂര വിളിച്ച് താഴേക്ക് ഇറക്കാണ്. ഇറക്കി കഴിയുമ്പോൾ കർത്താവ് അവരോട് എന്താ പറയുന്നത്? മകനെ, നീ അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ രോഗിയോട് നിന്നെ ഞാൻ സുഖപ്പെടുത്തുന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞെന്താ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, പാപങ്ങൾ മൂലവും നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകള് അനന്തമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തേത് പൈശാചിക പീഡകൾ മൂലം. രണ്ടാമത്തേത് പാപങ്ങൾ മൂലം. ഇനി എല്ലാ രോഗങ്ങളും പാപങ്ങളും മൂലമാണെന്ന് വിചാരിച്ചേക്കരുത്തിട്ടോ. അയ്യോ, എനിക്ക് അലർജി ഉണ്ട്, എൻ്റെ പാപം മൂലമാണെന്ന് വിചാരിച്ചേക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അലർജി ആയിരിക്കും. നമ്മളെല്ലാവരും പാപികളാണ്. ആരും ഈ മുമ്പിൽ നീതിമാനായിട്ടില്ല. ബട്ട് ഐ എം ടെല്ലിങ്, ഒരു അതിരുകിടന്ന പാപജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ അനന്തമാണ്. ഇനി മൂന്നാമത്തേത് ക്ഷമിക്കാത്ത മനസ്സ് മൂലം. ക്ഷമിക്കാത്ത മനസ്സ് മൂലം രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാം. മർക്കോസ് 11:25. മർക്കോസ് 11:25. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. നമുക്ക് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഹൈ BP. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഹൈ BP. ഒന്ന് ക്ഷമിച്ചു കഴിയുമ്പോൾ, ഒന്ന് പുറത്തു കഴിയുമ്പോൾ BP ഒക്കെ നോർമലാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എല്ലാ BP ക്കാരും ദേഷ്യക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, വെറുപ്പുള്ളവരാണെന്ന് വിചാരിക്കരുത്. BP വരാം, ബ്ലഡ് പ്രഷർ ഹൈ ആവാം. ആന്റണി എന്ന് പറയുന്നു സാധ്യതയുണ്ട് അല്ലേ? പിന്നെ ഈ ആസ്മ രോഗങ്ങൾ, ആസ്മ സംബന്ധമായ രോഗങ്ങൾ. നമ്മൾ ഈ ദേഷ്യമുള്ളവർ എന്ത് ചെയ്യാന്നറിയാമോ? ഇങ്ങനെ കുത്തിയിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്നെ വേദനിപ്പിച്ചവരൊക്കെ നശിക്കണം, നശിക്കണം, നശിക്കണം. ഇന്നലെ എന്നെ മുറിപ്പെടുത്തിയ ആളുകളൊക്കെ നശിക്കണം, നശിക്കണം, നശിക്കണം. ഒരിക്കലും പച്ച പിടിക്കരുത്. എന്നെ വേദനിപ്പിച്ച എല്ലാവരും മാറാണക്കൽ കുത്തണം. ഇങ്ങനെ ഇതൊരു ക്യാൻസർ പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിന് നമുക്ക് രോഗമുണ്ട്, ക്യാൻസർ. ആത്മാവിനെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ഈ വെറുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വെറുക്കുന്ന വ്യക്തി സമാധാനമായിട്ട് ചിക്കൻ തന്തൂരിയൊക്കെ അടിച്ച് കിടന്ന് ഉറങ്ങണ്ടാവാം. നമ്മളെവിടെ നിന്ന് നശിക്കണം, നശിക്കണം, നശിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് രോഗം വരും.
ആസ്മ ഇങ്ങനെ വലിച്ച് നമ്മൾ വീണ. നീ വീട്ടിൽ പോയിട്ട് ആസ്മ രോഗികൾ ആരുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആസ്മ രോഗം വന്നെന്ന് പറഞ്ഞേക്കരുത്. തണുപ്പ് കൊണ്ട് വരാം, ചൂട് കൊണ്ട് വരാം, ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് വരാമെന്ന് അച്ഛൻ സ്നേഹത്തോടെ പറയാണ്. പിന്നെ ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളൊക്കെ നമുക്ക് ഈ വെറുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അസ്ഥി സംബന്ധമായ രോഗങ്ങളൊക്കെ വരാം, ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാം. ഈ ഹൃദയം എന്ന് പറയുന്നത് വളരെ മാംസലമായൊരു പാർട്ടാണ്. ഹൃദയം എന്ന് പറയുന്നത് വികാരത്തിന്റെ ഒരു കേന്ദ്രമാണ്. അവിടെ നമ്മൾ ഈ പ്രഷർ മുഴുവനും കൊടുത്താൽ വെറുപ്പൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഹൃദയം ഡാമേജ് ആവും. പാവം ഹൃദയമാണ്. അപ്പോ ക്രിസ്റ്റി ഇപ്പൊ ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കാണിക്കുക? ഐ ലവ് യു ചേട്ടാ, ഐ ലവ് യു ചേച്ചി എന്ന് കാണിക്കും. ഇപ്പൊ ഹൃദയമാണ് കാണിക്കുക. ഈ ഹൃദയത്തിൽ നമ്മൾ വെറുപ്പ് കയറ്റിയാലോ ശരിയാവോ? ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നമ്മളിലേക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഡിപ്രഷനൊക്കെ എന്തോരം ചെറുപ്പക്കാരാണെന്നറിയാമോ? എന്തോരം ചെറുപ്പക്കാരികളാണെന്നറിയാമോ? ഡിപ്രഷൻ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഇപ്പൊ എന്താണെന്നറിയാമോ? ഈ ബേബി ഫുഡ് കൊടുത്ത് വളർത്തുന്ന മക്കളാണ്. ഒന്നും അറിയിക്കില്ല മാതാപിതാക്കള്. ഒരു കഷ്ടതയോ ഒരു വേദനയോ ഒരു സഹനോ ഒന്നും അറിയിക്കില്ല. മോൻ ഒരു BMW കാർ വെച്ച് അപ്പം മേടിച്ചു കൊടുക്കുകയാണ്. പാവം അവന് വിഷമാവൂലേ? അവർക്ക് വിഷമാവൂലേ? അതുകൊണ്ട് ഇങ്ങനെ പാലൂട്ടി വളർത്തുന്ന മക്കളാണ്. അവരൊക്കെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ ജീവിതത്തിൽ വന്നാല്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാൽ അപ്പൊ ഡിപ്രഷനാണ്, താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒടിഞ്ഞ് നുറുങ്ങിപ്പോവാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റാതെ ഒരു കയറും തുമ്പിലൊക്കെ തീരുന്നത് ഇങ്ങനെ പാലൂട്ടി വളർത്തുന്ന മക്കളാണ്. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും അറിഞ്ഞറിഞ്ഞ് തന്നെ നമ്മുടെ മക്കളൊക്കെ വളർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോ ഈ രോഗങ്ങള് നമുക്ക് പിടിപെടാനായിട്ട് 3 കാരണങ്ങൾ എന്തൊക്കെയാ? 1 പൈശാചിക പീഡനങ്ങൾ മൂലം, 2 പാപജീവിതം മൂലം, 3 ക്ഷമിക്കാത്ത മനസ്സ് മൂലം. ഇനി ഓരോരുത്തരും എഴുന്നേറ്റ് വായിക്കണം. ഓരോരുത്തരും ഞാൻ പറയുന്ന ഈ വചനങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് വായിക്കണം കേട്ടോ. നിനക്ക് മലയാളം അറിയില്ലല്ലേ? രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇംഗ്ലീഷ് അറിയാം. ഓക്കെ. അപ്പൊ അച്ഛൻ പറയുന്ന വചനങ്ങൾ ഓരോരുത്തര് ഇത് ഈ രോഗം വരുമ്പോ നിങ്ങൾ എടുത്ത് വായിക്കേണ്ട വചനങ്ങളാണ് കേട്ടോ. രോഗം വരുമ്പോ എടുത്ത് വായിക്കേണ്ട വചനങ്ങളാണ്. പ്രഭാഷകൻ 38:9 എടുക്ക. പ്രഭാഷകൻ 38:9. അച്ഛൻ പേജ് നമ്പർ പറഞ്ഞു തരാം. എത്രയാണ്? 38:9. 10:12. 10:12. പഴയ നിയമത്തില് 1012 പേജ് എടുക്കുക. ഒരാൾ എഴുന്നേക്കുക, വായിക്കുക. കുറച്ച് പേരുള്ളൂ, എല്ലാവർക്കും വായിക്കാനുള്ള അവസരമുണ്ട്. ആ മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഞാൻ പറഞ്ഞില്ലേ, യേശുനാമത്തിൽ സൗഖ്യമുണ്ട്. എവിടെയാണ് വൈദ്യശാസ്ത്രം തോക്കുന്നത്? അവിടെ കർത്താവിനെ ഇടപെടാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും രോഗം വരുമ്പോ നമ്മൾ മനസ്സ് മടുക്കരുത്, ഉദാസീനമാകരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. 2ാമത്തെ വചനം എടുത്തോ. യെശയ്യാ 58:8. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവരികയും നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. ഇതൊക്കെ എഴുതിയെടുത്തോട്ടോ. എന്തെങ്കിലും രോഗം വരുമ്പോ ഈ വചനമൊക്കെ ഇരുന്ന് നിങ്ങൾ എല്ലാവരും വായിക്കണം. രോഗികളെയൊക്കെ ഈ വചനം കൊണ്ട് കെട്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം. അടുത്തത് ജെറമിയ 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഇത്രയും മതി കേട്ടോ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. അടുത്ത വചനം സങ്കീർത്തനം 107:20. ഓ മതി. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഓക്കെ. അടുത്തത് സങ്കീർത്തനം 103:3. സുഖപ്പെടുത്തുന്നു. വെരി ഗുഡ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അല്ലെ, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അടുത്ത വചനം ജെറമിയ 30:17.
കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണമെന്ന് അറിയാമോ? കർത്താവ് എനിക്ക് രോഗശയ്യയിൽ ആശ്വാസം പകരും, അവിടുന്ന് എനിക്ക് രോഗശാന്തി നൽകും. ഇങ്ങനെ ഈ വചനം വെച്ചൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ എഴുതി കൂടി എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഉപകരിക്കും. രോഗം വരാതെ ആരും ഇരിക്കില്ല. 100% എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാരണ്ടി ഉള്ള ഒരേ ഒരു കാര്യമാണ് രോഗവും മരണവും ഒക്കെ. അപ്പൊ നമ്മള് രോഗമൊക്കെ വരുമ്പോ ഈ വചനം വെച്ച് വായിക്കാനൊക്കെ പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.